എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Five of Swords, Nine of Wands, Ten of Pentacles, Two of Wands, Strength card, Ace of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം 5 ഓഫ് സോഡ്സ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. വളരെയധികം മനോധൈര്യം കാണിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. കാരണം പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം അല്ല, അത് പകരം ഒരു മറ്റുള്ളവർക്ക്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് നല്ല രീതിയിലല്ല സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചുറ്റുപാടുമുള്ള വ്യക്തികൾ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിലകൊള്ളും. കാരണം ഇപ്പോൾ ജോലി മാറാൻ പറ്റിയൊരു സമയമല്ല. പലരുടെയും മനസ്സിൽ ജോലി മാറണം, പുതിയ ജോലിയിലേക്ക് കയറാം എന്നൊക്കെയുള്ളൊരു ചിന്ത മൈൻഡിലുണ്ടാകും. നിങ്ങൾ പക്ഷേ ഈ ഒരു മാസത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ജോലി സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തി കെട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് ജോലി തരാം, ചില മേലധികാരികൾ ചില ആളുകളെ പ്രത്യേകിച്ചെടുത്ത് അവർക്ക് കൂടുതലായിട്ട് ജോലി ഭാരം കൂടുതൽ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ജോലി കൂടുതൽ കൊടുക്കുന്നുണ്ടാവും, ചില ആളുകൾ നിങ്ങളെ കളിയാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു വില ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ജോലി സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു മനോധൈര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട്, പൊതുവേ നിങ്ങളെല്ലാം സഹിച്ചു നിൽക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ലാത്ത രീതി, ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെ പക്വതയോട് കൂടിയിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കാതെ വളരെ മിതമായിട്ട്, പക്ഷെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ജോലി മാറുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതായത് നിങ്ങൾ പലപ്പോഴായിട്ട് ഈ ജോലിയിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങൾ ഒഴിവാക്കിയിടുക എന്ന് പറയും. കാരണം ഈ ജോലിയിൽ നിൽക്കാൻ പറ്റില്ല, ഇവർക്കെതിരെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടിട്ട് ജോലി മാറുന്നതാവും എളുപ്പം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയേക്കാം. പക്ഷേ ജോലി സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് പുതിയ ജോലിയിലേക്ക് മാറാനുള്ള ഒരു സമയമല്ല ഫെബ്രുവരി മാസം കാണിക്കുന്നത്. അപ്പോൾ പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ ജോലിയിൽ പോകുന്നതിന് പകരം ഇപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക എന്നുള്ളതല്ല, നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ നിങ്ങളെ കളിയാക്കുന്ന രീതിയിൽ ആ രീതിയിലൊക്കെ സംഭാഷണങ്ങൾ ഒഴിവാക്കുക പൂർണ്ണമായിട്ടും എന്ന് വളരെ ശക്തമായിട്ട്, പക്ഷേ ആ ഒരു ഒച്ചയെടുക്കാത്ത രീതിയിലുണ്ടല്ലോ, ഒരു സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി, നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഒത്തിരി സ്വയം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ആദരവ് തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ 9 ഓഫ് Wands 2 ഓഫ് Wands എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് സ്റ്റേജ്, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കുറച്ചധികം നാളായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് സിവിൽ സർവീസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, നെറ്റ് സെറ്റ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ എക്സാംസ് എഴുതുന്നുണ്ടാവാം. പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഡിസിൻ MBBS കഴിഞ്ഞിട്ടുള്ളവർ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ നോക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ള അക്കാഡമിക്സിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് മുന്നേറാൻ, ഹയർ ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഈ ഒരു മാസം വളരെ പ്രാധാന്യം അറിയിക്കുന്ന മാസമാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനനുസരിച്ചിട്ട് ഇമ്മീഡിയറ്റ് പെട്ടെന്ന് ഫലം ലഭിക്കുന്നുണ്ട്. കാരണം ചില എക്സാംസും കാര്യങ്ങളുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ എക്സാം എഴുതുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വൈകി, അതായത് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാവുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ വിദേശത്തേക്ക് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, വിദേശത്തേക്ക് വിസ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നവർക്ക് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാധ്യതകൾ വളരെയധികം പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാകുന്നുണ്ട്. ചില ആളുകൾ മറ്റുള്ളവരുടെ, ഇപ്പോൾ പാരൻസിൻ്റെയോ നിങ്ങളുടെയോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒക്കെ ലഭിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾ നേടി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്.
അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊതുവിൽ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പൊതുവിൽ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടി വരും. അതായത് പൊതുവെ അധികം സംസാരിക്കാറില്ല, ഒരു പാവമാണ് എന്നുള്ളൊരു ഇമേജൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു പാവമായതുകൊണ്ട് സ്വന്തം ജീവിതം നേരെ ആകണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വളരെ അധികം നിങ്ങൾ വളരെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഉയരുന്ന തലത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസം നിങ്ങളിൽ വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഭയം, അനാവശ്യമായിട്ടുള്ള ഭയം കൊണ്ട് മുന്നേറാൻ ശ്രമിക്കാതെ തോറ്റുപോകുമോ എന്നുള്ളൊരു ചിന്തയിലൊക്കെ നിൽക്കുന്നവർ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിക്കൊള്ളട്ടെ, എന്തെങ്കിലും കാര്യം നിങ്ങളായിട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിക്കൊള്ളട്ടെ, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ പുറകോട്ടേക്ക്, ഇതൊക്കെ ഭയം കൊണ്ട് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങളായിട്ട് മുൻകൈ എടുത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നവർ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. പ്ലാനിങ്, ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെക്കുറിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോയ്സ്, ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ആ ഒരു തീരുമാനമെടുക്കുക. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്, ഇതിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഫെബ്രുവരി മാസത്തിൽ കാണിക്കുന്നുണ്ട്. അതായത് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഞാനിത് ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ മാറി മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസം, ഫെബ്രുവരി മാസം ഈ അവസാനമായിട്ട് വേണോ വേണ്ടയോ എന്ന് ഉറപ്പ് വരുത്തണം. അതായത് തീരുമാനിക്കുക, ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു പോയിന്റിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്ന മാറ്റം. പക്ഷേ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ടേക്ക് പോവുക, മുൻകൈ എടുക്കുക. നിങ്ങൾ സെൽഫ് ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചാണ്, അതായത് നിങ്ങളായിട്ട് വരുത്തുന്ന ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് വളരെ പലർക്കും, പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഭീതിജനകമായിരിക്കാം. പക്ഷേ ആ ഒരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമാണ്, ആ ഒരു ഡിസിഷൻ എടുക്കുക, അതായത് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സമയമേ അല്ല. 10 of Pentacles ആൻഡ് Ace of Cups എനർജിയാണ്. കുടുംബ അന്തരീക്ഷം, പേഴ്സണൽ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പേഴ്സണൽ ലൈഫിൽ ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ ഒരു കുട്ടി കൂടി വരുന്നു. ഒരു കുട്ടി ഉള്ളവരാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ സിറ്റുവേഷൻ ആകാം. എന്തായാലും അങ്ങനെ ഒരു സന്തോഷം, ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു അനൗൺസ്മെൻറ്റ് ഫാമിലിയുമായിട്ട് പേഴ്സണൽ ലൈഫിലൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ, നിങ്ങളുടെ സൗഹൃദങ്ങളായിരിക്കും, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു ഇന്ന കാര്യം അനൗൺസ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. പ്രഗ്നൻസി ആയിരിക്കാം. ചില ആളുകൾ നിങ്ങൾക്ക് ഒത്തിരി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അത് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബപരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, ഇപ്പോൾ കുടുംബക്ഷേത്രങ്ങളിൽ പൂജകൾ, കാര്യങ്ങൾ, നിങ്ങളുടെ ഇടവക പള്ളിയിലോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള കുടുംബത്തിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എല്ലാവരും ഒത്തുചേരേണ്ടുന്ന ഒരു സമയം, അങ്ങനത്തെ ഒരു സാഹചര്യം എന്തോ ഫെബ്രുവരി മാസത്തിലേക്ക് ആക്കി വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേരുന്ന ഒരു സിറ്റുവേഷൻ, അതേപോലെ ഒത്തിരി സന്തോഷം തരുന്ന ഫാമിലി ബന്ധങ്ങളിൽ നിന്ന് ഒത്തിരി സന്തോഷം ലഭിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ബന്ധങ്ങൾ അറ്റുപോയി എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ തമ്മിലൊരു ഒത്തുചേരൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ചില സൗഹൃദങ്ങൾ, ബന്ധങ്ങളൊക്കെ പുതുക്കാൻ പറ്റുന്ന, ഓർമ്മകൾ പുതുക്കാൻ പറ്റുന്ന അവസരം എന്നൊക്കെ പറയാം. ചില ആളുകൾ നിങ്ങൾ ജനിച്ചു വളർന്നിടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ചു വളർന്നിടത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഒരു നൊസ്റ്റാൾജി, അതുപോലത്തെ ഒരു അന്തരീക്ഷം, വളരെ സന്തോഷം തരുന്ന കാര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കുക,
നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊണ്ടാൽ അവിടെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.